ന്യായാധിപന്മാർ അധ്യായം 15. കുറെ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്ത് കാലത്ത് ശിംശോൻ ഒരു കോലാട്ടിൻകുട്ടിയെയും കൊണ്ട് തന്റെ ഭാര്യയെ കാണുവാൻ ചെന്നു. ശയനഗൃഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ, നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായെന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോളിന് കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ശിംശോൻ, ഇപ്പോൾ ഫെലിസ്ത്യർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാളോട് വാൾ ചേർത്ത് പന്തമെടുത്ത് ഈ രണ്ട് വാളിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ട് കറ്റയും വിളവും ഒലിവുതോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. ഇത് ചെയ്തത് ആരെന്ന് ഫെലിസ്ത്യർ അന്വേഷിച്ചാൽ തിന്നാക്കാരന്റെ മരുമകൻ ശിംശോൻ അവന്റെ ഭാര്യയെ അവനെടുത്ത് തോഴിന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി. ഫെലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ പിടിക്കുകയില്ല എന്ന് പറഞ്ഞു. അവരെ കഠിനമായി അടിച്ച് തുടയും നടുവും തകർത്ത് കളഞ്ഞു. പിന്നെ അവൻ ചെന്ന് ഏതാം പാറയുടെ ഗഹ്വരത്തിൽ പാർത്തു. എന്നാൽ ഫെലിസ്ത്യർ ചെന്ന് യഹൂദയിൽ പാളയമിറങ്ങി ലേഹിയിലെല്ലാം പരന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദ്യർ ചോദിച്ചു. ശിംശോൻ ഞങ്ങളോട് ചെയ്ത പോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നതെന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദയിൽ നിന്ന് 3000 പേർ ഏതാം പാറയുടെ ഗഹ്വരത്തിങ്കൽ ചെന്ന് ശിംശോനോട്, ഫെലിസ്ത്യർ നമ്മെ വാഴുന്നുവെന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്ത പോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അവനോട്, ഫെലിസ്ത്യർ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുകയെന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട് കൈ നീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കഴുതയുടെ താടിയിൽ കൊണ്ട് കുന്നു 2, കഴുതയുടെ താടിയിൽ കൊണ്ട് 1000 പേരെ ഞാൻ സമ്മതിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയല്ലേ കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരെ എന്ന് പേരായി. അത് ഇന്നുവരെയും ലേഹിയിലുണ്ട്. അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു.